ഹലോ, ഇതാരാന്ന് മനസ്സിലായോ? റാണി ജോജി. റാണി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. കമീല, അതാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം. അത് മിക്കവർക്കും അറിയത്തില്ല. കമീല എന്ന ഒഫീഷ്യൽ നെയിം. പിന്നെ ഞാൻ ഇന്ന് വന്നതേ, ഇന്നലെ ഞാൻ ഒരു സംഭവം ചെയ്തു. അതെന്താന്ന് വെച്ചാല് ടാറ്റു അടിച്ചു. ഇത് കണ്ടോ? കൊള്ളാമോ? ടാറ്റു അടിച്ചതാ. ഒരു 1.5 വർഷത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പൊ സമ്മതിക്കത്തില്ലെന്ന് വെച്ചാൽ ആൾക്ക് പേടി, ഇനി ബ്ലഡിലും പോയി എന്തെങ്കിലും ആയോ. ഇനി അങ്ങനത്തെ വല്ല സംഭവം ഉണ്ടായിരിക്കും. യൂട്യൂബിലൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും, ഇങ്ങനെയൊക്കെ ബ്ലഡ് ഉള്ളിൽ പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കും, അത് ചെയ്യണ്ട മറ്റേതാണ്. അപ്പം ഞാൻ പറയും ഓക്കെ ചെയ്യണ്ട. നമുക്ക് ഒരു പേടിയും മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ മാസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മാസം ഞാൻ എന്തായാലും ചെയ്യുമെന്ന്. അപ്പം അങ്ങനെ ഞാൻ പോയി ടാറ്റു അടിച്ചു. കണ്ടോ? കൊള്ളാവോ? ഡിസൈൻ കൊള്ളാവോ? ഇത് ഇത്ര ഏതാണ്ട് സ്ക്വയർ ഇഞ്ചിനെങ്ങാണ്ട് ഇത്ര റേറ്റ് എന്ന് വെച്ചിട്ടൊക്കെയാ വരുന്നത്. ഭയങ്കര റേറ്റാണ്. വല്ല ടാറ്റു പഠിക്കാൻ പോയാൽ മതിയായിരുന്നു അല്ലേ? ഓരോരോ ഇത് കാണുമ്പോൾ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളാണ്. നമ്മൾ നോർമലി സംസാരിക്കുക. ഞാൻ ഈ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ജസ്റ്റ് കണ്ടോണ്ടിരിക്കുക. അതേ കണ്ട വാച്ച് ഇട്ടേക്കുന്നത് എന്താണെന്നായിരിക്കും വിചാരിക്കുന്നത്. വീട്ടിൽ ഇരിക്കുമ്പോൾ വാച്ച് ഇട്ടോണ്ടിരിക്കുക. അങ്ങനെയല്ല. രാവിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വന്നു. രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഒരു പരിപാടിക്ക് പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കുറച്ച് ക്ഷീണമായി. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നു കുറച്ച് സമയം. അങ്ങനെ നമുക്കിങ്ങനെ ഓരോ മെസ്സേജ് വരുമ്പോൾ അതിന് റിപ്ലൈ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഇതല്ലേ, നല്ലൊരു ടൈം പാസ് അല്ലേ. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പം ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു, കുറച്ച് സാധനം മേടിക്കാൻ പോകണമായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ. അപ്പം അതിന് പോയിട്ടങ്ങ് വരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു വൈകിട്ട് പോകാൻ, എനിക്ക് ഒരു ക്ഷീണം, എനിക്ക് നിൽക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വൈകിട്ട് നമുക്ക് പോകാം, സൂപ്പർ മാർക്കറ്റിൽ പോകാം. ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് അപ്പോഴേ പോയേ പറ്റൂ. വൈകിട്ട് മഴ വല്ലതും വരും, മറിച്ചേതാ, എന്തിനാ ഇപ്പം തന്നെ പോയാൽ പോരെ, പോയി വന്ന ആ പരിപാടി അങ്ങ് തീരൂലേ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അങ്ങോട്ട് വന്ന് ഞാൻ കൊച്ചുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ആൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങി വരുന്നത്. എന്താ സംഭവം? പരിപാടി. രാവിലെ ഉച്ചയ്ക്ക് പരിപാടിക്ക് പോയില്ലേ, അതിൻ്റെ ബാലൻസ് പരിപാടി ഇവർക്കുണ്ടാവുമല്ലോ, അതിന് പോകാൻ വേണ്ടി ആൾ കെട്ടി ഒരുങ്ങി വരുക. അപ്പം അപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് വലിച്ചുകൊണ്ട് ഉച്ചക്കങ്ങ് കൊണ്ടുപോയെന്ന്. ഞാൻ പറഞ്ഞായിരുന്നു വെയിലാണല്ലോ, എനിക്ക് വയ്യ, എനിക്കിപ്പോഴേ ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ പറയുക, ഇപ്പോൾ വലിയ വെയിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ അങ്ങ് പോയിട്ട് വരാമല്ലോ എന്ന്. പിന്നെ എന്താണ്, ഇനിയിപ്പോൾ സൺഡേ ഇങ്ങനെ റീലെടുക്കുക, ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരാം. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ നമുക്കന്ന് പറയാനായിട്ട്, നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട്. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാകുമല്ലോ, അങ്ങനെ വരാം. കുറേ മാരൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ ഡീസൻ്റായിട്ടാണ് ചെയ്യുന്നത്. അത് അല്ലാതെ ചെയ്യുന്നവരെ കമൻറ്റ് ചെയ്യാം, അല്ലാത്തവരെ ഡീസൻ്റായിട്ട് ചെയ്യുന്നവരെ വിമർശിക്കാൻ വരേണ്ട ആവശ്യമില്ല. ഞാൻ റീല് ചെയ്യുന്നത് തന്നെ ചിലതൊക്കെ പറയുവേ, റീൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, റീല് ചെയ്യുന്നു, ലൈവ് വരുന്നു, അതൊക്കെ എന്താ വലിയ കാര്യമാണ്? റീലും ലൈവും വരുന്നതൊക്കെ ഒരു വൾഗറായിട്ടൊക്കെ വരുവാണെങ്കിൽ ഓക്കെ, സമ്മതിക്കാം. വൾഗറായിട്ട് വരുന്നത് എനിക്കും താല്പര്യമില്ല, ഞാനത് മൈൻഡ് ചെയ്യാറില്ല, കാണാറില്ല. നമ്മുടെ ആരായാലും നോക്കട്ടെ, വൾഗർ നമുക്കിഷ്ടമല്ല. നല്ല ഡീസൻ്റായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഞാനത് വീഡിയോ. ഒരു കുട്ടിയൊക്കെ ചെയ്യും, ആ കുട്ടിയുടെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ,
ആ കുട്ടി എല്ലാ ദിവസവും അവരുടെ ഫാമിലിയിൽ നടക്കുന്നതൊക്കെ എടുത്തിടും. വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ എടുത്തിടും, അല്ലെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എടുത്തിടും. ആ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. ആ കുട്ടിയുടെ ഞാൻ ഫോളോ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ എന്താ പേരെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല ഇപ്പോൾ. അത് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ നല്ലതാണ്. അങ്ങനെയൊക്കെ ഉള്ള വീഡിയോ എനിക്കും ചെയ്യാൻ നല്ലതാണ്. അല്ലാതെ ഒരു വീഡിയോ പോലും ചെയ്യാൻ മനക്കട്ടിയോ അല്ലെങ്കിൽ ധൈര്യമോ ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് ഓരോ കമൻസ് പറയൂലേ. കമൻറ്റ് ഇടുന്ന കാര്യമല്ല പറയുന്നത്, റിയലി നമ്മൾ നേരിട്ട് കാണുമ്പോഴും ഓരോന്ന് പറയുമ്പോഴേ നമുക്ക് തിരിച്ച് മറുപടി പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല. നമ്മളിങ്ങനെ ചിരിച്ച് കാണിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലങ്ങ് പറഞ്ഞിട്ടങ്ങ് പോവും. അവന്മാർക്കായാലും അവളുമാർക്കായാലും പുറമേ നമ്മൾ മറുപടി കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അതെ, കട്ടായിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റാ റീലിൽ കുഴലപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് അത് ഇന്ന് രാവിലെ തന്നെ ഞാനത് ഉണ്ടാക്കാൻ കയറിയതാണ്. അത് ഉണ്ടാക്കാൻ കയറിയപ്പം സംഭവങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു. മാവ് കുഴച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി അരിപ്പൊടിയല്ലേ, അത് നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയിട്ട് എടുക്കണമെന്നുള്ള രീതിയിലാണ് കാണിച്ചിരുന്നത്. പക്ഷെ ചപ്പാത്തി പോലെ പരത്തി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകുന്നു എടുക്കുമ്പോഴേക്കും. വെള്ളപ്പം ഉണ്ടാക്കാൻ പറ്റിയില്ല. വൈകിട്ടത്തെ സ്നാക്സിന് വേണ്ടി ഉണ്ടാക്കാനിരുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, അതെടുത്ത് മുറുക്കുണ്ടാക്കി. നല്ല മുറുക്കായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. നല്ല കിടക്കാച്ചി ടേസ്റ്റും നല്ല മുരുമുരാന്നുള്ള മുറുക്കായിരുന്നു ചായക്കെടുക്കാനായിട്ട്. നമ്മൾ കടയിലൊക്കെ മേടിച്ച കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കി അത് നല്ലൊരു പെർഫെക്ഷൻ കിട്ടുമ്പോൾ നല്ലൊരു സംതൃപ്തിയല്ലേ. അത് കുഴലപ്പായിരുന്നു കുറച്ചും കൂടി സംതൃപ്തിയായിരുന്നു. പക്ഷേ മുറുക്കായിപ്പോയി. മുറുക്കിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ പിന്നെ എടുത്ത് അയച്ചു തരാം. അങ്ങനെ ഒരു ഫ്ലോപ്പിംഗ് കിട്ടി. അങ്ങനെ അത് ഉണ്ടാക്കാൻ നിന്നതുകൊണ്ട് രാവിലത്തെ ആഹാരം കുറച്ച് വൈകിപ്പോയി. പിന്നെ പെട്ടെന്ന് തന്നെ അപ്പുറത്ത് നമുക്കൊരു കടയുണ്ട്. ആ കടയിൽ പോയി നമ്മൾ റവ മേടിച്ചുകൊണ്ട് വന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട്, ഉപ്പുമാവും കറിയൊന്നും ഇല്ല. ചിക്കനൊക്കെ മേടിച്ച് വെച്ച്, പക്ഷേ ചിക്കനൊന്നും ഉണ്ടാക്കിയില്ല. ചിക്കൻ കഴുകിയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ ആ ഉപ്പുമാവും അച്ചാറും കൂട്ടി ഞാൻ കഴിച്ചു. പിന്നെ വീട്ടിൽ ഉപ്പുമാവും അച്ചാറും, പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്ന പൊടിയില്ലേ, ഇഡ്ഡലിപ്പൊടി, അത് അമ്മ തന്നെ വീട്ടിൽ ഉണ്ടാക്കും. അമ്മ അതിലൊക്കെ എക്സ്പേർട്ടാണ്. ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുന്നതിലൊക്കെ എക്സ്പേർട്ടാണ്. അതൊക്കെ കൂട്ടി അങ്ങ് കഴിച്ച് രാവിലത്തെ ആഹാരം പോയി. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ആ പരിപാടിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം പോയി. അമ്മ ചിക്കൻ കറി ഞാൻ പകുതിയോളം വെച്ചു. എന്നുവെച്ചാൽ വഴറ്റി, പൊടിയൊക്കെ ഇട്ട് വഴറ്റി, നമുക്ക് വേണ്ട ഗ്രേവി ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാം ചെയ്ത് വെച്ചാൽ അപ്പോൾ അമ്മ ബാലൻസ് ചെയ്തെന്നും പറഞ്ഞ് ഞാൻ എല്ലാ പണിയും ഞാനാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാനല്ല ചെയ്യുന്നത്. ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്യും. അമ്മയും കുറച്ച് പണികളൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് വെജിൻ്റെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. നോൺ വെജിൻ്റെ ഐറ്റംസ് ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കും. ഇത് നോർമൽ ക്യാമറ കേട്ടോ, എനിക്ക് തന്നെ ഇഷ്ടമായി. ഇത് പുതിയ ഡ്രസ്സാണ്, ഇട്ടിട്ടില്ല. പുതിയതല്ല, മേടിച്ചൊക്കെ വെച്ചിരുന്നതാണ്, പക്ഷേ ഇട്ടിട്ടില്ല. ഇന്നാണ് ഇടുന്നത്. ഇന്ന് ഈ ഉടുപ്പൊക്കെ ഇട്ട് റീലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഇടാനായിട്ട്. യൂട്യൂബ് ഒന്ന് ചാലു ആക്കി എടുക്കണം കുറച്ച് ദിവസത്തിനുള്ളിൽ. യൂട്യൂബിൽ എൻ്റെ യൂട്യൂബിൻ്റെ നെയിം എന്താണെന്നറിയോ? റാണി വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ വെച്ചേക്കുന്നത്. കമീല വ്ളോഗ്സ് എന്ന് പറഞ്ഞ് വെച്ചില്ല. എന്താണെന്ന് വെച്ചാൽ, കമീല എന്ന് പറയുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് മാത്രമേ ഉള്ളൂ ആ പേര്. സ്കൂളിലായാലും കോളേജിലായാലും എനിക്ക് മാത്രമേ ഉള്ളൂ ആ പേര്. എൻ്റെ പേരിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ഇതെന്താ ഇങ്ങനത്തെ പേര് വെച്ചേക്കുന്നത്, ഇതെന്താ, അതിനെന്ത് ചെയ്യാനാണ്? എൻ്റെ അച്ഛൻ്റെ അമ്മ ആ പേര് വെച്ച് പോയി. എവിടെ നിന്ന് കിട്ടിയാന്ന് എനിക്ക് എന്നെ അറിയാൻ പാടില്ല. പക്ഷേ കമീല എന്ന് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലേ കാമില എന്ന് പറഞ്ഞൊരു പേര് വരും. എൻ്റെ പേര് അവിടെ ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ പേരുണ്ട് ആ പേര്. എൻ്റെ പേര് KAMILA എന്നാണ് ഇവർ വെച്ചിരിക്കുന്നത്.
ഇവിടുത്തെ നമുക്ക് നമ്മുടെ സ്പെല്ലിങ് വരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഫോറിൻ കൺട്രിയിലൊക്കെ CAMI അല്ലേ, ക്യാമില. അതുകൊണ്ട് എൻ്റെ പേരിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമാണ് എൻ്റെ പേരൊക്കെ. പിന്നെ ഞാൻ അപ്പുറത്തപ്പുറത്ത് നോക്കുന്നത് എന്താണെന്നറിയാമോ? വെറുതെ നോക്കുന്നതാണ്. കാണിച്ചു തരാം. അപ്പുറത്തൊരു വീടുണ്ട്, കണ്ടോ? അവിടെ ആരും ഇല്ല. പക്ഷേ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ നോക്കുമ്പോൾ ആൾക്കാർ നോക്കും. അങ്ങോട്ട് ആരെയാണ് നോക്കുന്നത്? അല്ല മൈന്നൊക്കെ ഇരിക്കുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് കണ്ടുകൊണ്ടിരിക്കുന്നതാണോ? അപ്പം ഞാൻ കട്ട് ചെയ്യട്ടെ. നീ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തുകൊണ്ട് വരാം. എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ കുട്ടിയുടെ പ്രചോദനം. മലയാളമേ ചില വേർഡ്സൊന്നും എനിക്കറിയില്ല. നോർമലി സംസാരിക്കാൻ അറിയാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ തമിഴാണ്. അപ്പോൾ എനിക്ക് തമിഴ് നന്നായിട്ട് അറിയാം. വായിക്കാനും എഴുതാനും അറിയാം, സംസാരിക്കാൻ അറിയാം. എന്നാൽ ഫ്ലൂയൻ്റായിട്ട് ഇപ്പോൾ കുറേ ഗ്യാപ്പ് വീണ് പോയില്ലേ, അതുകൊണ്ട് ഫ്ലൂയൻ്റായിട്ട് സംസാരിക്കുമ്പോൾ വരുന്നില്ല. മലയാളം അറിയാം. അമ്മയുടെ ഫാമിലി ഫുൾ ഇവിടെയും ഒക്കെയാണ്. അങ്ങനെ എന്ത് പറയണമെന്ന് തോന്നില്ലടോ. ഫസ്റ്റ് ടൈമല്ലേ എടുക്കുന്ന വീഡിയോ. ഇനി അങ്ങനെ എടുത്തെടുത്ത് വരുമ്പോൾ നമ്മളങ്ങ് പഠിക്കും. അപ്പോൾ ഫാൻ ഇട്ടിട്ടില്ല, വെറുതെ അല്ല, ചൂട്. എൻ്റെ പൊന്നടാവേ, എന്താണ് ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഇതാണ്. ടെൻഷനൊന്നും അല്ല കേട്ടോ, എനിക്ക് ടെൻഷനൊന്നും ഇല്ല. അപ്പോൾ ബൈ 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 ബൈ.